നിലമ്പൂരിൽ ദുരിതബാധിതർക്ക് നൽകേണ്ട ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാതെ നശിച്ചുപോയത് വിവാദമായിരിക്കെ ചുങ്കത്തറയിലും സമാന സംഭവം ആവർത്തിച്ചത് നാട്ടുകാരിലേറെ പ്രതിഷേധത്തിനിടയാക്കി. ചുങ്കത്തറ പഞ്ചായത്ത് ഓഫീസിലെ മെമ്പർമാരുടെ ഹാളിലാണ് രണ്ടിടത്തായി ഭക്ഷ്യധാന്യങ്ങൾ നശിച്ച നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച ഉച്ചയോടെ വാർഡിലെ സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ ഏജന്റിന്റെ അപേക്ഷ പൂരിപ്പിക്കുന്നതിന്റെ ഭാഗമായി എത്തിയവരാണ് കേടുവന്ന ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തിയത്. 2 കിൻഡൽ അരി, 80 കിലോ കടല, വൻപയർ, 20ഓളം കിറ്റുകൾ, പാചക ഓയിൽ, ക്ലീനിംഗ് ലോഷൻ എന്നിവയാണ് കണ്ടെടുത്തത്. കോവിഡ്-19 ഭാഗമായി ചുങ്കത്തറ ഗവൺമെന്റ് UP സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന 2 കമ്മ്യൂണിറ്റി കിച്ചണിലേക്കുള്ള പലവ്യഞ്ജനങ്ങളായിരുന്നു ഇതെന്നാണ് നിഗമനം. വിവരമറിഞ്ഞ നിരവധി പേർ ചുങ്കത്തറ പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും രേഖാമൂലം ഇത് സംബന്ധിച്ച് പരാതി കൈമാറുമെന്ന് CPI നേതാക്കളായ SC അർഷാദ്, M നിസാർ എന്നിവർ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് രാവിലെ ഒരു സ്ഥാനാർത്ഥിയുടെ ചീഫ് ഏജന്റിന്റെ പത്രിക പൂരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ റൂമിലേക്ക് കയറുമ്പോഴാണ് നമ്മൾ ഈ വിഷയം കാണുന്നത്. ഇപ്പോൾ 2 ദിവസമായി ഈ കാര്യങ്ങൾ ഇങ്ങനെ ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട് എന്നുള്ളൊരു അറിവ് നമുക്ക് കിട്ടിയിരുന്നു. നിലവിൽ കോവിഡ്-19 ഭാഗമായി നൽകി കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് വന്നിട്ടുള്ള സാധന സാമഗ്രികളെല്ലാം കമ്മ്യൂണിറ്റി കിച്ചണിൽ ഇറക്കാതെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുകയും ഇവർക്ക് വേണ്ടപ്പെട്ട വീടുകളിൽ ഇറക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു ആരോപണം CPIM ആദ്യം തന്നെ നടത്തിയിട്ടുണ്ട്. അത് ഇവിടെ ഇറക്കിയ സാധനങ്ങൾ നമ്മൾ ഇത് വിഷയം ഉന്നയിച്ചപ്പോൾ 2 ചാക്ക് അരി മാത്രമാണ് കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് കൊടുത്തിട്ടുള്ളത്. ബാക്കി സാധനങ്ങൾ ഇവിടെയും മറ്റ് സ്ഥലങ്ങളിലുമായി നിലനിർത്തുകയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് കോവിഡ്-19 ഭാഗമായി, പ്രളയത്തിൻ്റെ ഭാഗമായൊക്കെ സന്നദ്ധ സംഘടനകൾ, DYFI, CPIMൻ്റെ ഒക്കെ നേതൃത്വത്തിൽ സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഞങ്ങളത് കൃത്യമായി വീടുകളിൽ വിതരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചെയ്തിട്ടുള്ളത് കൃത്യമായി സിൽബന്ദികളുടെ വീടുകളിലേക്കും മറ്റും മാറ്റിവെച്ച് ഞങ്ങൾ ന്യായമായും സംശയിക്കുന്നു ഇപ്പോൾ ഇത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ ഉപയോഗിക്കാൻ വേണ്ടി ഇവർ മാറ്റിവെച്ചതാണ് എന്നുള്ളത്. സ്വല ന്യൂസ് ബാങ്ക്, നിലമ്പൂർ.